നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ പ്രദാനം ചെയ്ത ദീപക് ദേവിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഏടുകൾ എന്തൊക്കെയാണ്? ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യാൻ പോകുന്നു. ഒരു പാട്ട് അതിന്റെ പിക്ചറൈസേഷനുമായിട്ട് വിഷ്വലൈസേഷനുമായിട്ട് ജെല്ലി എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതാണ് യഥാർത്ഥത്തിൽ ഈ സിനിമ സംഗീതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സക്സസ്. അവിടെയാണ് ഒരു കെമിസ്ട്രി ഡെവലപ്പ് ചെയ്യേണ്ടത്. ഒരു സംവിധായകന്റെ മനസ്സിലുള്ള ചിത്രീകരണമാണ് ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിലേക്ക് പകർന്നു തരുന്നത്. ഇത് രണ്ടും തമ്മിൽ എവിടെയെങ്കിലും പൊരുത്തക്കേട് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പാട്ട് എഴുന്നേക്കും. നേരത്തെ താങ്കൾ കാണിച്ച സിംഫണിയിൽ ആ പാട്ടിന്റെ ലിറിക്സോ ആ പാട്ടിന്റെ ട്യൂണുമായിട്ടോ യാതൊരു ബന്ധമില്ല ആ പറഞ്ഞ വിഷ്വലൈസേഷൻ. ഒന്നാമത് വല്ലാത്ത ക്ലോസ് വെച്ചിട്ട് തന്നെ ഒരു റിപ്പൾസീവ് ആക്കി. ഒരു പശ്ചാത്തലത്തിലാണ് ഒരു പക്ഷേ ആ പാട്ടിനെ ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്നത്. താങ്കൾക്ക് അങ്ങനെ ഡിസപ്പോയിൻമെന്റ്സ് ഒരുപാടുണ്ടായിട്ടുണ്ട്? ചില സമയത്ത് കഥ കേൾക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ കേൾക്കുന്ന സമയത്ത് വിഷ്വലൈസ് ചെയ്യും. പക്ഷെ അൾട്ടിമേറ്റ്ലി അത് സ്ക്രീനിൽ കാണുമ്പം ഇതല്ലല്ലോ അന്ന് പറഞ്ഞത് എന്ന് തോന്നും. അപ്പം ചില സമയത്ത് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിക്കും, നമ്മൾ അന്ന് പറയുന്ന സമയത്ത് സ്ക്രിപ്റ്റിൽ ഇന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അപ്പം ചില ഡയറക്ടേഴ്സ് പറയും അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഈ പാട്ട് എടുക്കേണ്ട അവസ്ഥ ആകുമ്പോഴേക്ക് ബഡ്ജറ്റൊക്കെ തീർന്നു, അപ്പം നമ്മൾ ഇങ്ങനെയാക്കി അത് മാറ്റി. അങ്ങനെയൊക്കെ ഈ പാട്ട് ചെയ്യാമായിരുന്നു, പക്ഷെ കോംപ്രമൈസ് ചെയ്തു. എത്രത്തോളം അസെപ്റ്റ് ചെയ്യാറുണ്ട് ഇതെങ്ങനെ എടുത്ത തീരെ ശരിയാവില്ല കേട്ടോ? ഇല്ല അങ്ങനെ പറയാറില്ല. കാരണം അത് ശരിയല്ലല്ലോ. അവർ എന്തെങ്കിലും സിറ്റുവേഷൻസിലുകൊണ്ട് ഫോഴ്സ്ഡ് ആയിട്ടായിരിക്കും അവർ പക്ഷെ അങ്ങനെ ചെയ്തു പോകുന്നത്. അപ്പൊ ഞങ്ങൾ ഒരിക്കലും ഒരു ഡയറക്ടറിനെ അങ്ങനെ ആരുമായിട്ട് ഒരു ഇടച്ചിൽ നിൽക്കാറില്ല, കഴിയുന്നത് ഒഴിഞ്ഞു മാറും. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആദ്യം പറയും. സ്പെഷ്യലി പുതിയ ഡയറക്ടേഴ്സ് ആണെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റി വരുമ്പം അവരുടെ അടുത്ത് ഞാൻ പറയും, ഇങ്ങനെ ചെയ്താലായിരിക്കും ഇത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞിട്ടും അവരത് എന്തെങ്കിലും അങ്ങനെ ചെയ്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തിട്ട് തിരിച്ച് മോശമായി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനത് പറയാറില്ല. കാരണം ഇനി കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇവിടെ നിന്ന് അങ്ങോട്ട് അതിനെ എങ്ങനെ ട്രൈ ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് സ്കോറിലും കാര്യങ്ങളിലൊക്കെ. പിന്നെ ഒന്നും മനഃപൂർവ്വം ആയിരിക്കില്ല, സിറ്റുവേഷൻസ് കൊണ്ട് പറ്റി പോകുന്നതായിരിക്കാം. ഒരു സമാധാന പ്രേമിയാണ് താങ്കൾ. കലഹിക്കാറില്ലേ? കുറവാ. എന്നാലും അടുത്ത കാലത്ത് ഒരുപക്ഷെ കലഹിച്ചിട്ടുള്ള ആരുമായിട്ടായിരിക്കും? ഭാര്യയായിട്ട്. അതൊരു കലഹമായിട്ട് നിങ്ങൾ കൂട്ടുപോയില്ല. അത് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ്. വരട്ടെ. ദീപേട്ടാ നമസ്കാരം. ദീപേട്ടനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് 2-3 വർഷം മുമ്പ് ഒരു മ്യൂസിക് ഷോനാണ്. ദീപേട്ടനാണ് ആദ്യം പരിചയപ്പെട്ടെങ്കിലും ഞാൻ സ്മിച്ചേച്ചിനായിട്ടാണ് കൂടുതൽ ക്ലോസ്. എൻ്റെ ഫാമിലി കഴിഞ്ഞാൽ ഞാൻ വളരെ ക്ലോസ് ആയിട്ടുള്ള 2 ആൾക്കാരാണ് ദീപേട്ടനും സ്മിച്ചേച്ചിയും. സോ ഞങ്ങൾ ഡേയ്സ് ആണെങ്കിലും എന്താണെങ്കിലും ഞങ്ങളത് ഒരുമിച്ച് ആഘോഷിക്കുന്ന ആൾക്കാരാണ്. സോ മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, എന്തുകൊണ്ട് ദീപേട്ടൻ എല്ലാ ആഘോഷങ്ങൾക്കും എന്നും നമ്മൾ ഗെറ്റ് ടുഗെദർ ഉണ്ടാകുമ്പോൾ വൈ യു ഓൾവേസ് ലേറ്റ്? കാരണം ഞങ്ങളെല്ലാവരും, ഞാനും സ്മിച്ചേച്ചിയൊക്കെ എല്ലാവരും വിൽ ബി ഓൾവേസ് ലേറ്റ്. ലൈക്ക് 12 മണി 1 മണിയാകുമ്പോഴാണ് ദീപേട്ടൻ വർക്ക് കഴിഞ്ഞ് വരിക. സോ വൈ ഡോണ്ട് യു ചേഞ്ച് എ സ്കെഡ്യൂൾ ആൻഡ് ബി മൂവ് വിത്ത് യുവർ ഫാമിലി? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. പിന്നെ രണ്ടാമത്തെ കാര്യം, എല്ലാവർക്കും അറിയാമെന്നറിയില്ല, ദീപേട്ടൻ നല്ലൊരു പാട്ടുകാരനാണ്. പക്ഷെ ദീപേട്ടൻ ഒരു ഏജ് കഴിഞ്ഞപ്പോൾ പാട്ട് പാടുന്നത് നിർത്തി. സോ മൈ ക്വസ്റ്റ്യൻ ഇസ്, വൈ ഡോണ്ട് യു സിംഗ് എ സോങ് ഹിയർ? ഭാര്യയുമായിട്ട് കലഹിക്കുക എന്നുള്ളത് അത് പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തിലൊരു പുതുമയുള്ളൊരു കാര്യമല്ല. കലഹിക്കാത്ത ഏതെങ്കിലും ഒരുത്തരുണ്ടെങ്കിൽ അവനെന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ആ കുടുംബത്തിൽ എന്തോ പ്രശ്നമുണ്ട്. അതുകൊണ്ട് താങ്കളുടെ ഏറ്റവും വലിയ നൈജാതിര്യമാണ് എൻ്റെ ചോദ്യത്തോട് താങ്കൾ പ്രകടിപ്പിച്ചത്. ഞാൻ അതിലേക്ക് വരും. താങ്കളുടെ ജീവിതത്തെ ഒരുപക്ഷെ സ്പർശിച്ച ഒരുപാട് പാട്ടുകളുണ്ടായിരിക്കും. അത് താങ്കളുടെ പാട്ടുകളായിരിക്കണമെന്നില്ല, ദീപന്റെ പാട്ടുകളായിരിക്കണമെന്നില്ല. എന്നാൽ താങ്കളുടെ ഒരു അപ്ബ്രിങ്ങിങ്ങിന്റെ സമയത്ത് ഒരുപാട് ദിവസങ്ങൾ താങ്കളെ ഹോണ്ട് ചെയ്തിട്ടുള്ള പാട്ടുകളുണ്ട്. ഒരുപക്ഷെ താങ്കളുടെ സൗന്ദര്യ വീക്ഷണത്തെയും പ്രണയത്തെയും പ്രണയിക്കുമ്പോൾ എങ്ങനെ ആ പ്രേയസിയോട് സംസാരിക്കണം എന്നൊക്കെ വേണമെങ്കിൽ തീരുമാനിച്ചിട്ടുള്ളത് വേണമെങ്കിൽ ഒരു പാട്ടായിരിക്കാം, അല്ല ആ പാട്ട് നൽകിയ ഭാവമായിരിക്കാം. അങ്ങനെ മനസ്സിൽ സ്പർശിച്ചൊരു പാട്ടായിരിക്കാം. അത് വേണമെങ്കിൽ നമുക്ക് ഈ കുട്ടിക്ക് വേണ്ടി പാടിക്കൊടുക്കാം. അപ്പോൾ നമ്മളുടെ വളരെ ക്ലോസ് ഫാമിലി ഫ്രണ്ടാണ്, തൊട്ടടുത്ത ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും സ്മിതയ്ക്ക് ഞാൻ വീട്ടിലില്ല, സ്റ്റുഡിയോയിലാണെങ്കിൽ ഒരു കുറവ് നികത്തുന്നത് അതെ ഈ കഥാപാത്രം. അതെ, വന്നിട്ട് എപ്പോഴായാലും ഇവരാണെങ്കിൽ കറങ്ങുന്നതും കുട്ടികളുടെ കൂടെ കുട്ടികളെ വഷളാക്കുന്ന ഒരു ക്യാരക്ടറാണ് ഈ അപ്പു. അപ്പം അങ്ങനെ എപ്പോഴും അപ്പു കാണുന്നത് ഒരിക്കലും ഞാൻ വീട്ടിലുണ്ടാവാറില്ല. അപ്പുവിനെ ഞാൻ വളരെ ചുരുക്കം കാണാൻ തന്നെ കാരണം ഞാൻ വരുന്ന സമയത്ത് അപ്പു വീട്ടിലുണ്ടാവില്ല. ഞാൻ വരുന്നത് ആ സമയത്ത്. അതുകൊണ്ട് എപ്പോഴും എൻ്റെ അടുത്ത് പറയും, ഒന്നും മനഃപൂർവ്വമല്ല, ഞാൻ
ജോലിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പലപ്പോഴും വാച്ച് നോക്കില്ല. അതുകൊണ്ടാവാം വീട്ടിൽ കലഹത്തിൻ്റെ ഒരു കാരണം അതാണോ? വീട്ടിൽ ഇൻവോൾവ് ആവേണ്ട ഒരു സംഭവം ഒരു ടൈം വെച്ചിട്ട് കിട്ടാറില്ല. ജോലി ചെയ്യുമ്പം ജോലിക്ക് ലിമിറ്റ് ഇല്ലാതെ ഉള്ള രീതിയിൽ ഇരിക്കും. അപ്പൊ ഈ 1 മണി 2 മണിക്കൊക്കെ വീട്ടിൽ കയറി വരുമ്പോൾ മിക്കപ്പോഴും കുട്ടികൾ ഉറങ്ങായിരിക്കും. അവര് സ്കൂളിൽ പോകുമ്പോൾ ഞാൻ ഉറങ്ങായിരിക്കും. അപ്പൊ പരസ്പരം അച്ഛനും മക്കളും ഉറങ്ങുന്നതാണ് കാണുന്നത്. അതുകൊണ്ടാവാം ഈ ഒരു പ്രശ്നങ്ങൾ മിക്കപ്പോഴും ഉണ്ടാകുന്നത്. അങ്ങനെ തോന്നുമ്പോൾ ഞാനൊരു ദിവസം സ്റ്റുഡിയോ ഒന്ന് കട്ട് ചെയ്ത് വീട്ടിൽ വന്ന് കോംപ്രമൈസ് വന്ന് ഒരു 4 മണി 5 മണിയാകുമ്പോൾ സ്കൂളിൽ നിന്നൊക്കെ വന്ന് ഫ്രഷ് ആയിട്ടിരിക്കുമ്പോൾ വന്ന് കുറച്ച് കളിച്ച്, അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ ഡയറക്റ്റ് സ്റ്റുഡിയോ വന്ന് സ്കൂളിൽ പോകും. അവരെ പിക്ക് ചെയ്യും, അവരെ കാണാനായിട്ട് പോകും. എന്നിട്ട് അവിടെ നിന്ന് സർപ്രൈസ് ആയിട്ട് പിക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുവരും. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട്. അവര് ഹാപ്പിയാ. അപ്പൊ ഒരു പാട്ട് പാടി. വല്ലാത്തൊരു മാന്യത കൊണ്ടും വലിയൊരു കോംപ്ലക്സ് കൊണ്ടും സ്മിതയെ പാടിച്ചില്ല. പക്ഷെ 2 മക്കളുണ്ട്. അവരോട് ആ ഒരു ഇത് നിങ്ങളൊക്കെ കൂടി പറഞ്ഞത് കോംപ്ലക്സ് ആക്കി മാറ്റുന്നത്. അവിടെ വീട്ടിൽ വെള്ളം ഉണ്ടാക്കാന്നുള്ളത്. ഇനിയിപ്പോ വഴി കൂടി കാണുന്ന ആൾക്കാരും കൂടി എന്റെ അടുത്ത് പറഞ്ഞേ കോംപ്ലക്സ് മാറ്റി വെക്കേട്ടോ, സ്മിതനെ പാടിപ്പിക്കും. ഇത് അങ്ങനെ ഒരിക്കലും ഒരു കോംപ്ലക്സ് അല്ല. വൈകാതെ തന്നെ സ്മിത ഒരു പടത്തിൽ പാടുന്നതായിരിക്കും. പക്ഷെ മോള് പാടി. ഭാസ്കർ റാസ്കൽ പാടി. അത് വളരെ അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. അത് അതിന് കാരണക്കാരൻ സിദ്ദിഖേട്ടൻ തന്നെയാണ്. സിദ്ദിഖ് അവിടെ വേണ്ടി വന്നു. അതെ, എന്നല്ല ദീപുവിന്റെ സൗമ്യഭാവത്തെ ഒന്ന് മുറിച്ചു കിടക്കാൻ വേണ്ടിട്ട് ഡിസിഷൻ എടുക്കാൻ ഒരു ചെറിയൊരു മടിയുണ്ടല്ലേ? എപ്പോഴും ഉണ്ട്. ഈ സുജാ ചേച്ചിയുടെ ഒരു റൈറ്റ് ഡിസിഷൻ ആയിരുന്നു എന്നെ പഠിപ്പിച്ചത്. എപ്പോഴും എത്ര പൊട്ടൻഷ്യലുള്ള അച്ഛനമ്മമാരായാലും കറക്റ്റ് ടൈം ആവാതെ മക്കളെ പുറത്ത് എക്സ്പോസ്ഡ് ആക്കരുത്. അതുകൊണ്ട് ദേവു ഇപ്പം ദേവിക എന്ന മോളുടെ പേര് വിളിക്കുന്നത് ദേവു ഇപ്പം 12 years ആയിട്ടേ ഉള്ളൂ. ഹിന്ദുസ്ഥാനി പഠിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു കുറച്ച് പഠിച്ച് നന്നായിട്ട് റെഡി ആയിട്ട്. ഈ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടോ? ഈ കാലഘട്ടത്തിലല്ലേ പക്ഷെ ടൈമിംഗ് എന്നൊക്കെ പ്രസാരമൊന്നും ഇല്ലല്ലോ ഇവിടെ. എന്നാലും ഞാൻ കാണുന്ന മറ്റേ എക്സ്പീരിയൻസിൽ നിന്നും ടൈംഡ് ആവണം എന്നുള്ളൊരു ആഗ്രഹം സ്വന്തം മകളുടെ കാര്യത്തിൽ വന്നതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യാന്ന് വെച്ചത്. പക്ഷെ ഈ പടത്തിൽ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അമ്മയും മോളും ഉള്ള പാട്ടായിരുന്നു. അപ്പൊ സിദ്ദിഖേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ തന്നെ മോളുടെ അടുത്ത് പറഞ്ഞു, മോള് പാട്. ഇത് ആക്ച്വലി എൻ്റെ അടുത്ത് പറഞ്ഞു, കുഞ്ഞു മനസ്സായതുകൊണ്ട് ദേവു ആണ് പാടുന്നുള്ള കാര്യം പറയണ്ട, വേറൊരു കുട്ടി മറ്റേ മസ്കറ്റിലെ പ്രൊഡ്യൂസർ എന്ന പോലെ വേറൊരു കുട്ടിയുടെ പേര് ഇവിടെ പറഞ്ഞാൽ മതി, നമുക്ക് ആ കുട്ടിക്ക് വേണ്ടി ദേവു ട്രാക്ക് പാടുക. അപ്പൊ ദേവു വന്നു വളരെ കോൺഫിഡന്റ് ആയിട്ട്. എന്തായാലും വേറെ കുട്ടി പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞ ഒരു റിയാലിറ്റി ഷോയിൽ ഫസ്റ്റ് കിട്ടിയ ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് അങ്ങനെ ഒരു പ്ലോട്ട് ഉണ്ടാക്കി. അതെ. അപ്പൊ ദേവു വന്ന് അപ്പൊ എന്തായാലും അത് ഫിക്സ് ചെയ്തിരിക്കാം. ആ കുട്ടി ഫിക്സ് ആണ്, നിനക്ക് വേണമെന്ന് പാടി നോക്കണോ, ഒരു എക്സ്പീരിയൻസ് ആവുമല്ലോ. ആ കുട്ടിക്ക് മലയാളം അറിഞ്ഞൂടാ, നീ പറഞ്ഞു വെച്ചാൽ അത് കേട്ടിട്ട് പാടിക്കോളും. ഓക്കെ റെഡി, ഞാൻ വരാന്ന് പറഞ്ഞു വന്ന് പാടി കഴിഞ്ഞ് സിദ്ദിഖേട്ടനെ കേൾപ്പിച്ചപ്പോൾ സിദ്ദിഖേട്ടൻ പറഞ്ഞു നന്നായിട്ടുണ്ട്, ഈ മോളെ തന്നെ ദേവുവിനെ തന്നെ വെച്ചാൽ മതി, വേറെ ഓപ്ഷൻ നോക്കണ്ട. എൻ്റെ കുട്ടിക്ക് ദേവുയുടെ ശബ്ദം കറക്റ്റ് ആണ്. ഇനി അമ്മ നയൻതാരയ്ക്ക് പറ്റിയ ഒരു അമ്മേനെയും കൂടി കണ്ടുപിടിച്ചാൽ പാടാൻ. അപ്പൊ അത് ശ്വേത തന്നെ പാടി. ഒരു സന്തോഷം തോന്നി. ഇല്ല, ഇത് പാട്ട് പാടിക്കുന്ന സമയത്ത് സ്മിത ഉണ്ടായിരുന്നു സ്റ്റുഡിയോയില്. അത് ആദ്യത്തെ പാട്ട് എന്ന് പറയുമ്പോ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. ഈ ശ്വേതകുട്ടി പാടുമ്പോ അമ്മ ഇരിപ്പുണ്ട് അകത്ത്. സുചേച്ചി അകത്തിരുന്ന് ശ്വേതയും ഞാനും ഓക്കെ ആയാലും സുചേച്ചി ഓക്കെ അല്ല. അതുപോലെ തന്നെയാണ് ഞാൻ സ്മിത ഇരിക്കുന്ന സമയത്തും കണ്ടത്. ഒരു ടെൻഷൻ ഉണ്ടാവില്ലേ മോൾ ആദ്യമായിട്ട് പാടുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുള്ളത്. പക്ഷെ പാടിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായത് എനിക്ക് ശബ്ദം വളരെ വേണ്ടപ്പെട്ട ശബ്ദം, ആഗ്രഹിച്ച ശബ്ദം തന്നെയാണ് വന്നത്. അപ്പം എല്ലാം കൊണ്ടും അത് നന്നായി. പിന്നെ ആ പാട്ട് ഇറങ്ങുമ്പം ആദ്യത്തെ പാട്ടെന്ന് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ ആദ്യത്തെ പ്രോജക്റ്റ് സിദ്ദിഖേട്ടൻ വഴി നടന്നതുപോലെ അതുപോലെ ഒരു ഐശ്വര്യമുള്ള ആരെങ്കിലും തന്നെ എൻ്റെ മോൾക്കും ആദ്യത്തെ പ്രോജക്റ്റ് കൊടുക്കണം. അതേ മനുഷ്യൻ തന്നെ ആയി മാറുന്നുള്ള ഞാൻ സ്വപ്നത്തിൽ പോലും 2 തലമുറ അദ്ദേഹം പരിലാളിച്ചു. അതെ. അപ്പൊ അത് ഭയങ്കര ഒരു വലിയ സംഭവമാണ് എന്നെ സംബന്ധിച്ച്. വരട്ടെ. ഹായ് ഡാഡി, എനിക്ക് ഡാഡിയുടെ പാട്ടുകളെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ പാട്ട്, ചിമിച്ചിമി മിന്നി തിളങ്ങുന്ന വരളി കണ്ണനക്ക് പൂവാർഷ പൂത്ത കണക്കണി അഞ്ചനും ചേലനക്ക് നടന്നും നടക്കണത് മൊഴിയടിക്കും നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തോളം വന്ന ചേല്. എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഡാഡിക്ക് അറിയാലോ എനിക്ക് വെസ്റ്റേൺ മ്യൂസിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് വെസ്റ്റേൺ സിംഗർ ടേലർ സ്വിഫ്റ്റ് ആണ്. എനിക്കൊരു ആഗ്രഹമുണ്ട് ടേലർ സ്വിഫ്റ്റിനെ കാണണം എന്ന്. ആ ആഗ്രഹം നടക്കുമോ?
ഇത് ഈ ടൈലർ സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് എന്തോ ഒരു ബ്ലാക്ക് മാജിക് മാതിരിയാണ് എനിക്ക്. ഇത് മാത്രമേ വീട്ടിൽ കേൾക്കുള്ളൂ. 2 മക്കളും ഇത് സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് ഈ ആർട്ടിസ്റ്റിന്റെ പാട്ടുകൾ. നമ്മൾ പഠിക്കുന്ന ചോയ്സിലാണ്. അപ്പൊ അവിടുത്തെ കുട്ടികളെല്ലാം ടൈലർ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞ് ആ പാട്ടുകൾ വീട്ടിൽ രാവിലെയും രാത്രിയും കേട്ട് ടൈലർ സ്വിഫ്റ്റിന്റെ പാട്ടുകളെല്ലാം കാണാപ്പാടും പഠിച്ചു വെച്ചു. അപ്പം എനിക്ക് ആകെയുള്ളൊരു വിഷമം എന്താ വെച്ചാൽ, ഞാൻ എപ്പോഴും പറയുന്നത് ഈ ഇംഗ്ലീഷ് മാത്രം പാടല്ലേ. നമ്മളുടെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് അതിൽ ഹിന്ദുസ്ഥാനി അല്ലെങ്കിൽ കർണാട്ടിക് മ്യൂസിക്, നമ്മളുടെ ലാംഗ്വേജ്. അപ്പോൾ എപ്പോഴും അവളുടെ ഒരു ചായ്വ് അങ്ങോട്ടാണ്, ഇളയാൾ ഇങ്ങോട്ടുമാണ്. അപ്പം കുട്ടിക്ക് വെസ്റ്റേൺ പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ദീപു സഹായം ചെയ്തു കൊടുക്കണം. ഡെഫിനറ്റ്ലി ചെയ്യും. പക്ഷെ എനിക്ക് എപ്പോഴും ഈ വെസ്റ്റേൺ മാത്രം പിടിച്ചു നടക്കാതെ നമ്മളുടെ നാടുമായിട്ട് ഒരു ബ്ലെൻഡിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അപ്പൊ അതുകൊണ്ട് ഞാനത് പറഞ്ഞു. അപ്പൊ അവളുടെ ആ ഒരു ആഗ്രഹം തന്നെയാണ് അവളിപ്പോ ഈ ടിവിയിലും. ഈ ആഗ്രഹം എപ്പോഴാണ് നടപ്പിലാക്കി കൊടുക്കാൻ പോകുന്നത്? ഉറപ്പായിട്ട് ഡാഡി എന്തായാലും മോളുടെ ആഗ്രഹം 100% അത് എന്ന് നടത്തും എന്ന് പറയില്ല. നമുക്ക് ഒരുമിച്ച് ടൈലർ സ്വിഫ്റ്റ് എവിടെയാന്ന് പോയി കണ്ടുപിടിച്ച് ടൈലർ സ്വിഫ്റ്റ് നീ ഒരു പാട്ട് പാടി കൊടുക്കുന്നത് ഞാൻ കൂടെ നിന്ന് നടത്തിത്തരും. ഓക്കെ, അവൾക്ക് ആഗ്രഹമുള്ളൊരു പാട്ടാണ്, അവൾ പാടി. വേണ്ട ഡാഡിക്ക് വേണ്ട 2 പേര് പാടി കൊടുക്കാം. ഈ പാട്ടിൽ ലിറിക്സ് ഒരിക്കലും എനിക്ക് പാടാൻ അത്ര ഫ്ലുവൻ്റ് ആയിട്ട് കിട്ടില്ല. ഇപ്പൊ ഒന്നാമത് ഇതിന്റെ വളരെ സ്ഥിരം കേൾക്കുന്ന ഒരു പ്രയോഗമല്ലല്ലോ. അനക്ക് ഉള്ളൊരു സംഭവമൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്നൊരു നിങ്ങൾക്ക് സ്ഥിരം കേൾക്കുന്നതാണല്ലോ, കണ്ണൂരല്ലേ അനക്ക്. ഒരു ഭാഷ സംസാരിക്കാറില്ല, കുറവാണ്. സംസാരിക്കാതില്ല. സ്മിത എപ്പോഴും പറയും അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഇരിക്കുമ്പോൾ തലശ്ശേരി ജംഗ്ഷനിൽ പോയിരിക്കുന്ന ഫീലാണ്. അവിടെ കംപ്ലീറ്റ് ഭാഷയൊക്കെ മാറും. സ്ഥിരം നാടിൻ്റെതായ അവിടെയൊക്കെ പോറുണ്ടോ? വളരെ ചുരുക്കം. റിലേറ്റീവ്സ് ഇങ്ങോട്ട് വരുന്നോണ്ട് കാണുന്നത് നടക്കും, ഇവിടുന്ന് കാണും. ദീപു, ഒരു പാട്ട് നമ്മൾ കമ്പോസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ശബ്ദത്തെ കുറിച്ചൊരു ധാരണ മനസ്സിൽ വരുമോ? ഇത് ഇന്നയാള് ആദ്യം ഒരാൾക്ക് വേണ്ടി ഒരാളെ മനസ്സിൽ വെച്ചുകൊണ്ട് പാട്ടുണ്ടാക്കാറില്ല. പാട്ടുണ്ടാക്കി കഴിഞ്ഞ് മനസ്സിലത് പാട്ട് കൂടുതൽ കേൾക്കുന്നവരും പല ആൾക്കാരുടെ വോയിസിൽ അത് സങ്കല്പിക്കും. ചില സമയത്ത് പാട്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ ആ വോയിസ് മനസ്സിലേക്ക് അങ്ങ് വരും. ഇത് ഈ സിംഗർ പാടിയ നല്ലതായിരിക്കും എന്ന് തോന്നും. ഈ രംഗത്ത് ഏറ്റവും കൂടുതൽ റെക്കമെൻഡേഷൻ, ക്ലിക്കുകള്, താല്പര്യങ്ങള് ഒരുപാടുള്ള മേഖലയാണ്. അത് നമ്മൾ ഇല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല. ചില എന്റർടൈൻമെന്റ് എന്ന് പറയുമ്പോൾ ഹൈ വോൾട്ടേജ് ആണ്. ഇതിനൊക്കെ വശംവദനാകുന്ന ഒരു സ്വഭാവക്കാരനാണ് ഞാൻ. ഒരിക്കലും വളരെ സ്ട്രോങ് ആയിട്ട് നിർബന്ധം പിടിക്കാറില്ല. കാരണം എല്ലായിടത്തും കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് എല്ലാവർക്കും. അതുകൊണ്ട് ചില പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് അവരാരും എന്നെ അത് ഫോഴ്സ് ചെയ്തു ഈ സിംഗർ ഇതിൽ പാടണം, അത് നമ്മളുടെ നിർബന്ധമാണെന്ന് പറയാറില്ല. സജഷൻസ് അവർ ഡെഫിനറ്റ്ലി പറയും. നമുക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, നിങ്ങൾ നോക്ക്, നിങ്ങളുടെ ട്യൂണിന് ഈ വോയിസ് ചേരുകയാണെങ്കിൽ കഴിഞ്ഞ 2-3 പടങ്ങളായിട്ട് കമ്മിറ്റ്മെന്റ് കൊടുത്ത സിംഗേഴ്സ് ആവാം. അതിലൊന്നും വർക്കൗട്ട് ആയില്ല, ഇതിലെങ്കിലും ആഗ്രഹമുണ്ട്, ഇൻ കേസ് ഇറ്റ്സ് വർക്കിംഗ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിനൊരു വാല്യൂ കൊടുക്കാറുണ്ട്. കാരണം ആത്യന്തികമായിട്ട് നമ്മുടെ മനസ്സിൽ വരുന്നതാണ് അല്ലേ, അതിനാണ് കൂടുതൽ. അതെ, ആ ഒരു മനസ്സിന് വരുന്ന, ഞാൻ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കൈൻഡ് ഓഫ് വോയിസ്, അത് ചിലപ്പോൾ ഒരു സിംഗർ ഏതാണെന്ന് തിരിച്ചറിയില്ല, പക്ഷെ ഒരു ഹസ്കി വോയിസ് അല്ലെങ്കിൽ ഓപ്പൺ വോയിസ് എന്നായിരിക്കും ആദ്യം മനസ്സിലുണ്ടാവുക. അധികം ഒതുക്കി പാടുന്ന സിംഗർ ആവരുത്, തുറന്ന് പാടുന്ന സിംഗർ എന്നൊരു മനസ്സിൽ ഒരാളെ ആഗ്രഹിച്ച് പിന്നെ അയാൾ ആരാന്ന് കണ്ടുപിടിക്കാൻ നടക്കുമ്പോഴായിരിക്കും ഇവർ വന്നിട്ട് ആരെങ്കിലും ഇങ്ങനെ ഒന്ന് കേട്ട് നോക്കുമെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്ന തുറന്ന വോയിസ് ഇതിനുണ്ടെങ്കിൽ വിൽ ട്രൈ ഇറ്റ്, ലെറ്റ്സ് സീ. പിന്നെ ഇപ്പോഴത്തെ ഒരു ഹെൽത്തി പാറ്റേൺ അല്ല എങ്കിൽ കൂടെ ഒരു പാട്ട് മിക്കവാറും 4 പേര് 5 പേരൊക്കെ പാടി കേൾക്കേണ്ട ഒരു ആവശ്യം എല്ലാവർക്കും തോന്നിത്തുടങ്ങി. ഒരുപാട് പേര് നിരാശപ്പെടുന്നുണ്ട് പാട്ടുകാരെ നമ്മൾ ഉപകരണങ്ങൾ. അതെ, പാട്ട് വന്ന് പാടുമ്പം അവർക്ക് പാട്ട് ഇഷ്ടപ്പെടുമ്പോൾ മനസ്സിൽ സ്വപ്നങ്ങളും കൊണ്ടായിരിക്കും അവർ തിരിച്ചു പോകുന്നത്. പലപ്പോഴും അവര് സിനിമ കാണുമ്പോഴാണ് ആ പാട്ട് എന്റെ പാട്ട്. ഞാനത് അങ്ങനെ സിനിമ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാറില്ല, അതിന് മുമ്പേ തന്നെ പല ആൾക്കാരും ഷോക്ക് ആയിട്ടുണ്ട്. അത് ആ ഒരു ഷോക്ക് എനിക്കറിയാം എങ്ങനെ ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ എല്ലാവരുടെ അടുത്തും പറയും, ഇത് ആക്ച്വലി വേറെ സിംഗറിനുള്ള, എൻ്റെ മോളുടെ അടുത്ത് പറഞ്ഞതുപോലെ തന്നെ പല സിംഗേഴ്സ് വരുമ്പോഴും ഞാൻ അവരുടെ അടുത്ത് പറയും വേറെ സിംഗറിനുള്ള പാട്ടാണ്, നിങ്ങളുടെ വോയിസിൽ ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാനാണ്. സോ യു ആർ നോട്ട് ഗോയിങ് ടു ബി ദ സിംഗർ, ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ. അങ്ങനെ പറഞ്ഞിട്ട് അവരെ പിക്കപ്പ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് അവർക്കുണ്ടാവും. അതെ, അല്ലെങ്കിൽ നമ്മൾ ഈ ആന കൊടുത്താലും ആശ കൊടുക്കാൻ പറ്റും. അവരുടെ സെൻസിബിലിറ്റിയെ താങ്കൾ നന്നായി ഉൾക്കൊള്ളുന്നുണ്ട്. കാരണം അതല്ലേ അതിന്റെ ശരി. PR, നെറ്റ്വർക്ക്, ലോബിയിങ്, ക്ലിക്ക്, പാര, അങ്ങനെയുള്ള പല പദങ്ങളും കേട്ടിട്ടുണ്ടോ? ഉണ്ടാവും, ഉണ്ട്, തീർച്ചയായിട്ടും. അവിടെ അങ്ങനെയൊക്കെ സംഭവങ്ങൾ എല്ലാ ഇൻഡസ്ട്രിയിലും ഉള്ളതുമാരും ഉണ്ട്.
ഇതിൽ താങ്കൾ ഗുണഭോക്താവാണോ ഉപഭോക്താവാണോ പിന്നെ ഇരയാണോ? ഞാൻ ഒരിക്കലും കുറെ പടങ്ങൾ ചെയ്യുന്ന ടൈപ്പ് ഒരു കമ്പോസർ അല്ല. അത് നിങ്ങൾക്ക് എൻ്റെ ഒരു പ്രൊഫൈൽ ഡിസ്കോഗ്രാഫി നോക്കി അറിയാം. വളരെ ചൂസി ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ഞാൻ വന്നത് 2003 കമ്പോസറായിട്ട്, ക്രോണിക് ബാച്ചിലർ. 2015 നമ്മൾ ഇന്ന് വന്ന് നിൽക്കുന്നു. 2003 തൊട്ട് 2015 ഇടയിൽ എത്രയോ ആൾക്കാർ സ്റ്റോം മാതിരി വന്ന് പോയിട്ടുണ്ട്. അതെല്ലാം ഞാൻ മനസ്സിലാക്കുന്നത് കുറേ പടങ്ങൾ എടുത്ത് വാരിക്കോരി എടുത്ത് സ്റ്റേലായി സ്വയം മാറുന്നൊരു സിറ്റുവേഷൻ പലവർക്കും ഉണ്ടായിട്ടുണ്ട്. അതുണ്ടാവാതിരിക്കാൻ പരമാവധി ശ്രദ്ധിച്ച് വളരെ കുറച്ച് എനിക്ക് സസ്റ്റെയിൻ ചെയ്യാനുള്ളൊരു തക്കമുള്ളൊരു പടം. എന്റെ ചോദ്യത്തോട് പ്രതികരിച്ചിട്ടില്ല. എന്തായിരുന്നു ചോദിച്ചത്? ഞാൻ ചോദിച്ചത് നെറ്റ്വർക്ക്, PR, പാര, എര, ഗുണഭോക്താവ്, ലോബി, ലോബി എന്നൊക്കെ പറഞ്ഞൊരു ഈ ലോബിയിൽ പെട്ട് കഴിഞ്ഞാൽ ആ ലോബിയുടെ എല്ലാ പ്രോജക്ട്സും കിട്ടും. അപ്പൊ പിന്നെ അത് അങ്ങനത്തെ തന്നെ ഞാൻ നിൽക്കാറില്ല. കാരണം അത് ചിലപ്പോ എനിക്ക് ഫേവർ ചെയ്യുന്ന പ്രോജക്ട്സ് ആവാറുണ്ട്. പാര ഇപ്പൊ തിരുവനന്തപുരത്ത് ഏറ്റവും പ്രിയപ്പെട്ട ഒരു മത്സ്യമാണ്. അത് പറയേണ്ടത് വിചാരിച്ചിട്ടാണ് ആദ്യം തന്നെ പറഞ്ഞേക്കുന്നത്. പാര ചിരിച്ചോ? പാര എന്ന് പറഞ്ഞപ്പോ അല്ലല്ല, അങ്ങനെയല്ല. എനിക്കറിയാം പാര പരന്നിരിക്കുന്ന ഫിഷ് അല്ല. പാര അങ്ങനെ എനിക്ക് അങ്ങനെ ആരും മനഃപൂർവ്വം പാരയ്ക്ക് വേണ്ടി അങ്ങനെ, കാരണം ഒരിക്കലും ഞാൻ വേറൊരാളുടെ പ്രോജക്റ്റ് അവർക്ക് കിട്ടേണ്ട പ്രോജക്റ്റ് എടുത്തിട്ടില്ല. അപ്പൊ തിരിച്ചു എനിക്കത് താങ്കൾ വിശ്വസിക്കുന്നു? ആരെങ്കിലും പറഞ്ഞ ആൾക്കാരുണ്ടോ അങ്ങനെ? അല്ല, ഇന്ന് താങ്കൾ വിശ്വസിക്കുന്നു, അങ്ങനെയല്ലേ നമ്മൾ പറയാൻ പറ്റും. അതെ അതെ. ഇല്ല, ഞാൻ അങ്ങനെ വിശ്വസിക്കണമെന്നില്ല വേണമെങ്കിൽ. പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ തിരിച്ചങ്ങനെ ആരും ചെയ്യില്ല എന്നാണ് എന്റെ വിശ്വാസം. ഇൻഡസ്ട്രിയുടെ ഈ പറഞ്ഞ നിലവിലുള്ള നീതിബോധത്തോട് താങ്കൾ കംഫർട്ടബിൾ ആണ്? താങ്കൾക്ക് ഒരു അസ്വസ്ഥതയും ഈ ഇൻഡസ്ട്രി പ്രദാനം ചെയ്യുന്നില്ല? ഹാർട്ട് ബേൺസ് ഒന്നുമില്ല? യു ആർ കംപ്ലീറ്റ്ലി ഹാപ്പി വിത്ത് ആസ് ഇറ്റ് ഈസ്? ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ബി ഹാപ്പി അല്ലേ? നമ്മൾ അതിനെപ്പറ്റി അല്ല, അത് ക്വാളിഫൈഡ് സ്റ്റേറ്റ്മെന്റ് അല്ല. ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ആക്ച്വലി. ബട്ട് ഐ ആം ആസ്കിംഗ് ദ റിയാലിറ്റി നമ്മൾ കഴിയുന്നതും അതിനായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ നോക്കും. ചില കാര്യങ്ങൾ ശരിയായി വന്നില്ലെങ്കിൽ കൂടെ അതിനെപ്പറ്റി ക്രിബ് ചെയ്തിരിക്കുന്നതിൽ കാര്യമില്ല. കട്ട് ചെയ്തു. ഈ നയജാതിരി എവിടുന്നാ പഠിച്ചത്? ഏത് ഈ നയജാതിരി എവിടുന്നാ പഠിച്ചത്? ഡിപ്ലോമസി എവിടുന്നാ പഠിച്ചത്? ഡിപ്ലോമസി അമ്മ വഴി കിട്ടിയതാണോ, അച്ഛൻ വഴി കിട്ടിയതാണോ, ആരും വഴി? ഞാൻ ഡിപ്ലോമാറ്റിക് ആവുമല്ല ആക്ച്വലി. അങ്ങനെ എനിക്കത് ഒരാളെ അങ്ങനെ കംപ്ലൈന്റ് ചെയ്യണമെന്ന് തോന്നിയില്ല. ആരും എന്നെ അങ്ങനെ കംപ്ലൈന്റ് ചെയ്യാൻ ആരും ബോധപൂർവം ഡെലിബറേറ്റ് ആയിട്ട് താങ്കളെ ടോർമെന്റ് ചെയ്തിട്ടില്ല? ഇല്ല ഇല്ല. അങ്ങനെ ചെയ്യാതിരിക്കട്ടെ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കടന്നുപോയ കാര്യമാണെന്ന് വിശ്വസിക്കട്ടെ, അല്ലേ? അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ തലയിൽ ഇടുത്തി വീഴണമെന്നൊന്നും ഞാൻ പറയില്ല. അതങ്ങനെ വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. വീഴുകയാണെങ്കിൽ വീണോട്ടെ. ഞാനായിട്ടത് ഒന്നും ചെയ്യുന്നില്ല, നമ്മളായിട്ട് വീഴിക്കുന്നില്ല. പിന്നെ ഞങ്ങള് ഈ പറഞ്ഞ മാതിരി ഇതില് ഫോക്കസ്ഡ് അല്ലാതെ ആയിപ്പോവും. ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ ഡിസ്ട്രാക്ഷൻ വരും. അതുകൊണ്ട് ഉണ്ടായേക്കാം, പക്ഷെ ജസ്റ്റ് ലീവ് ഇറ്റ്, ടേക്ക് ഇറ്റ്. അതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്ന് വരട്ടെ. ഹായ് ദീപു ചേട്ടാ, നമസ്കാരം ബ്രിട്ട സർ. ദീപു ചേട്ടാ, ഐ ഹോപ്പ് യു ഹാവിങ് ലോട്ട്സ് ഓഫ് ഫൺ ഓൺ JB ജംഗ്ഷൻ. ഈ എപ്പിസോഡ് കാണാൻ എനിക്ക് ധൃതിയായി. കാരണം എല്ലാവർക്കും അറിയാം എൻ്റെ കരിയറിൽ എത്ര വലിയൊരു റോളാണ് ദീപു ചേട്ടൻ പ്ലേ ചെയ്തേക്കണേ എന്നുള്ളത്. എനിക്ക് എൻ്റെ ആദ്യത്തെ സോങ് തന്ന ആ ഒരു ഫസ്റ്റ് റിസ്ക് എടുത്ത കമ്പോസറാണ്. സോ ഐ എം ഓൾവേസ് ഒബ്ലിഗേറ്റഡ് ടു യു ഫോർ ദാറ്റ്. എൻ്റെ സ്വന്തം ചേട്ടനായിട്ട് ഞാൻ കരുതുന്ന ആളാണ്. ആൻഡ് എൻ്റെ മെൻറ്റർ, ഗോഡ് ഫാദർ എല്ലാം. ദീപു ചേട്ടൻ എന്ന് ഞാൻ എന്താ ചോദ്യം ചോദിക്കുക, ഷോന് തൊട്ട് മുമ്പേ കോഡ് ബുക്ക് കളഞ്ഞു പോയപ്പോൾ ആക്ച്വലി എന്താണ് തോന്നിയത്? ജസ്റ്റ് കിഡിങ്. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഫിലിം മ്യൂസിക് ചെയ്യുമ്പോൾ ദീപു ചേട്ടന് എന്തെങ്കിലും ഒരു റെസ്ട്രിക്റ്റഡ് ഫീലിംഗ് തോന്നിയിട്ടുണ്ടോ? അതായത് ആ ഫിലിമിൻ്റെ സിറ്റുവേഷൻസ്, ആ കൺസ്ട്രെയിൻസിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫീലിംഗ് വന്നിട്ടുണ്ടോ? അതല്ലെങ്കിൽ അപ്പാർട്ട് ഫ്രം ഫിലിംസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള പ്ലാൻസ് ഉണ്ടോ? ലൈക്ക് രാജാ സാറിൻ്റെ തിരുവാസകം, നത്തിങ് ബട്ട് വിൻഡ് ഒക്കെ പോലെ ദീപു ചേട്ടൻ്റെ അടുത്തുനിന്ന് ഞങ്ങൾക്ക് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാം? ഈ അടുത്ത പ്രസംഗത്തിന്റെ കൊച്ചു പുസ്തകം കളഞ്ഞു പോയതും പറഞ്ഞ മറ്റേ ഇന്നസെന്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഷോയുണ്ട് എന്ന് പറഞ്ഞു. ദീപക് ദേവിന്റെ കോഡ് പുസ്തകം കളഞ്ഞുപോയി. അതെ, ഈ അടുത്ത് ഞങ്ങളൊരു സ്റ്റേജ് ഷോ ചെയ്തിരുന്നു എറണാകുളം JT പാക്കിൽ വെച്ച്. അത് ആ പുസ്തകം വേറെ ഒന്നുമല്ലത് എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ പുസ്തകം തന്നെ.
ഇത് എൻ്റെ പാട്ടുകളെല്ലാം സമയപ്പാൻ അടിച്ചോണ്ട് പോയത്. അടിച്ചോണ്ട് പോയതാണ് എന്തോന്ന് അറിയില്ല. സ്റ്റേജിൽ കയറുന്നതിന്റെ തൊട്ട് മുമ്പേ എനിക്ക് സ്റ്റേജിൽ കയറുന്നതിന്റെ മുമ്പ് എപ്പോഴും ഒരു റിലാക്സ്ഡ് ആവേണ്ട ഒരു ആവശ്യം എപ്പോഴും ഉണ്ട്. ഒരിക്കലും ആവാറില്ല. ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ തലയിൽ വന്ന് വീഴും. കാണാതെ ആയിപ്പോയി ബുക്ക്. ഈ ബുക്ക് ഇല്ലെങ്കിൽ എനിക്ക് ഒരു വിധത്തിലും കോൺഫിഡൻസ് ഉണ്ടാവില്ല. സംഭവം ആ ബുക്കിൽ ചിലപ്പോൾ നോക്കില്ല, എന്നാലും അത് തുറന്നിരിക്കുമ്പോൾ ഒരു സമാധാനം. വായിക്കുന്നതിൻ്റെ ഒക്കെ ഇടയിൽ ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയി സംഭവം കിട്ടും, ഒന്ന് റിഫ്രഷ്ഡ് ആവും. സ്റ്റേജിൽ കയറുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ ഈ ബുക്ക് എല്ലായിടത്തും കൈ പിടിച്ചുകൊണ്ടാണ് നടന്നത്. ഡ്രസ്സ് ചെയ്യാൻ പോകുമ്പോഴും ഈ ബുക്ക് പിടിച്ചുകൊണ്ടാണ് പോയത്. ബാക്ക് സ്റ്റേജിൽ എവിടെയോ വെച്ച് ഇത് കാണാതെയായി. അപ്പം എല്ലാവരും സ്റ്റേജിൽ കയറാൻ റെഡി ആകുമ്പം എൻ്റെ പേരിൽ നടത്തുന്ന ഷോ, അതിൽ മെയിൻ കഥാപാത്രമായിരിക്കുന്ന ഞാൻ ഓട്ടാണ് സ്റ്റേജിന്റെ ചുറ്റും. എൻ്റെ ബുക്ക് എവിടെ, എൻ്റെ ബുക്ക് എവിടെ? ശ്വേത എൻ്റെ അടുത്ത് അതിൻ്റെയൊക്കെ ഇടയിൽ കൂടി ചോദിച്ചു, പോട്ടെ ദീപിച്ചേട്ടാ, സ്വന്തം പാട്ടല്ലേ, ഇപ്പം ആരെങ്കിലും പറഞ്ഞു തരണോ? അതങ്ങ് ഓർമ്മയിൽ നിന്ന് എടുത്ത് വായിക്കാനുള്ളതല്ലേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, ഐപാഡ് ഇങ്ങോട്ട് താ, ഞാൻ വെക്കാന്ന് പറഞ്ഞു. ഐപാഡിൻ്റെ അകത്താണ് ഫുൾ ലിറിക്സ്. ഈ കുട്ടി തന്നെ എനിക്ക് വേണ്ടി പാടിയ പാട്ടാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടി പാടിയ പാട്ടല്ലേ, സ്വന്തം പാട്ടല്ലേ, അത് തൽക്കാലം ഞാൻ വെക്കാന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ഇല്ല ഞാനും കൂടി ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ എവിടെ നിന്നൊക്കെയോ നോക്കി ശ്വേതയാണ് ബുക്ക് കണ്ടുപിടിച്ചത്. സ്റ്റേജിൽ കയറുന്നതിന്റെ തൊട്ട് മുമ്പേ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് തന്നു, ഇന്നാ ബുക്ക് എന്ന് പറഞ്ഞു. ഞാൻ എവിടുന്ന് കണ്ടുപിടിച്ചു? അതൊക്കെ കണ്ടുപിടിച്ചു, ആ ടേബിളിന്റെ അടിയിലുണ്ടായിരുന്നു, ഞാൻ പോയിട്ട് എടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ അതാണ് ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ എനിക്ക് ഓർമ്മ വന്നു. Now she's asking about your future projects. ഇവിടെ ഇങ്ങനെ നിന്നാ മതിയോ? താങ്കൾ കുറെ ഉയരത്തിലേക്ക് പോയി, പക്ഷേ ശ്വേതയൊക്കെ കാണുന്നത് വേറെ ഉയരമാണ്. ലാലൊക്കെ പറഞ്ഞതുപോലെ ഒരു ആഗ്രഹം മാത്രമേ പുറത്തേക്ക് വന്നിട്ടുള്ളൂ. ആഗ്രഹം ഞാൻ പറഞ്ഞിട്ടില്ലേ, പലതും ഉണ്ട്, പലതും ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും ഞാൻ അങ്ങനെ ചേസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൽക്കാം നാച്ചുറൽ ആയിട്ട് വരട്ടെ. വരുന്നത് വഴി തങ്ങില്ല. കാരണം ഇത് ഇപ്പൊ ഞാൻ ചെയ്യുന്നതെല്ലാം ഒന്നും ഇങ്ങോട്ട് പിടിച്ച് വലിച്ചതല്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ വരും എന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് ഐ എം ജസ്റ്റ് ലീവിങ് ഇറ്റ് ടു ഫേറ്റ്. ഞാൻ ആദ്യമായിട്ട് ഒരു കംപ്ലീറ്റ് സോങ് ആയിട്ട് പാടിയത് ദീപുവിന്റെ ഒരു പടത്തിലാണ്. I think you all remember that song also. And the relationship has branched out till to that extent. എൻ്റെ ഒരു അനിയനെ പോലെ, ഒരു കൊച്ചു അനിയൻ. He's a very young brother to me. So that is the way I treat him. And all these small minor things are forgotten. The love remains. I love you, Deepu. സമ്മതിച്ച പുള്ളിയാതി വിദ്യാജിനെ പറഞ്ഞല്ലോ, ഒരു മ്യൂസിക് ഡയറക്ടറോ അല്ലെങ്കിൽ ഞാൻ വിദ്യാജിക്ക് ഒരു കീബോർഡ് പ്ലെയറോ ഒരു അസിസ്റ്റൻറ്റോ ഉള്ള റിലേഷൻ ആയിരുന്നില്ല. അതൊരു പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തൊരു ബോണ്ടാണ്. ഞാൻ ഇവിടുന്ന് ചെന്നൈയിലേക്ക് പോയപ്പം ആദ്യം ചെന്ന് കീബോർഡ് വായിച്ചത് AR റഹ്മാൻ്റെ അടുത്തായിരുന്നു, പിന്നെ സന്ദീപ് ചൗത്തയുടെ അടുത്തായിരുന്നു. ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടെ എനിക്ക് എന്തെങ്കിലുമൊക്കെ അറിവ് നേടാൻ പറ്റിയത്, വിദ്യ എന്നുള്ള രീതിയിൽ കിട്ടിയത് വിദ്യാജിയുടെ അടുത്ത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് ഇത്രയും വർഷങ്ങൾ വായിച്ചപ്പോഴാണ് എങ്ങനെയാണ് ഒരു കമ്പോസർ സ്വയം ഷേപ്പ് ചെയ്തെടുക്കേണ്ടത്. അത് എനിക്കൊരു യൂണിവേഴ്സിറ്റിയാണ്. സ്പെഷ്യലി അദ്ദേഹത്തിൻ്റെ നോളജും, പിന്നെ ഞാനും അദ്ദേഹം തമ്മിലുള്ള ഏജ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ചെറുതല്ല. ഞാൻ എൻ്റെ 20 ഇയേഴ്സിലാണ് അദ്ദേഹത്തിൻ്റെ കൂടെ വായിക്കുന്നത്, 2021. അപ്പോൾ ഒരിക്കലും എൻ്റെ ഒരു അറിവില്ലായ്മയുണ്ട് പലപ്പോഴും ഞാൻ സംസാരിക്കുന്നതും ചെയ്യുന്നതും എല്ലാം ഒരു കുറുമ്പത്തരം ഉണ്ടായിരുന്നു. ചില ദിവസം റെക്കോർഡിങ്ങിന് പോവാതെ വോളിബോൾ കളിക്കാൻ പോകും. എന്നിട്ട് പുള്ളി എന്നെ പൊക്കിയെടുത്തുകൊണ്ട് സ്റ്റുഡിയോ. പക്ഷെ അന്ന് അങ്ങനെയൊക്കെ പല വേണ്ടിയിരുന്നില്ല. അല്ല, അന്ന് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പല കാര്യങ്ങളും സീരിയസ് അല്ലാതെ നടക്കുന്ന സമയത്തും അദ്ദേഹം അതെ. അപ്പം എന്നെ ശരിക്കും ഒരു ഈ പാട്ട് പോലെ തന്നെ ചങ്ങാതി അല്ലെങ്കിൽ ഒരു ചേട്ടൻ, അല്ലെങ്കിൽ കൂടുതലും അദ്ദേഹം എന്നെ അനിയനായിട്ട് എന്നുള്ള രീതി പറഞ്ഞു. എനിക്ക് അച്ഛൻ്റെ സ്നേഹമാണ് വിദ്യാജിയുടെ അടുത്ത് കിട്ടിയിട്ടുള്ളത്. ചേട്ടൻ എന്ന് പറഞ്ഞാൽ പോലും അല്ല, അച്ഛൻ എന്നുള്ള രീതിയിലുള്ളൊരു സ്നേഹമാണ് ഞാൻ വിദ്യാജിയുമായിട്ട് കാണുന്നത്. പലപ്പോഴും എനിക്ക് എൻ്റെ ഒരു അറിവില്ലായ്മയുണ്ട് ഞാൻ ചെയ്യുന്ന പലതും കുറുമ്പത്തരായിട്ട് പുള്ളി കണ്ടിട്ടുണ്ട്. എന്നെ ഒരിക്കലും ഒരു കീബോർഡ് പ്ലെയർ ആയിട്ട് കാണുന്ന പ്രൊഫഷണൽ രീതിയിലല്ല. അതുകൊണ്ട് എനിക്ക് ലിബർട്ടി കൂടുതലായിരുന്നു എന്തും ചെയ്യാൻ. ചില സമയത്ത് രാത്രി 9 മണി കഴിഞ്ഞ് അല്ലെങ്കിൽ 10 മണി ആയി കഴിഞ്ഞാൽ ഇദ്ദേഹം പാക്കപ്പ് അല്ലെങ്കിൽ ഷട്ട് ഡൗൺ എന്ന് പറയുന്നത് വരെ മ്യൂസീഷ്യൻസ് എല്ലാവരും അവിടെ ഇരിക്കണം.
അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ പോകേണ്ട അത്യാവശ്യം ഉണ്ടാവും. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറയാനുള്ളൊരു ടെൻഷനാണ്. ഇദ്ദേഹം വളരെ ആക്റ്റീവായിട്ട് അപ്പം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടി, അല്ലെങ്കിൽ ബാക്കി എല്ലാവരും വെറുതെ ഇരിക്കുകയായിരിക്കും, ഇദ്ദേഹം ചെയ്ത പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടോ എന്ന് പറയാം. ചില സമയത്ത് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്. അന്ന് ഇപ്പം ഓർത്ത് നോക്കുമ്പോൾ അയ്യോ ഞാൻ എന്താണെന്ന് കാണിച്ചത് എന്ന് എനിക്കിപ്പോൾ തോന്നും. അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടർ ഞാൻ പോയി ഷട്ട് ഡൗൺ ആക്കും. അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മതി നീ പോയി കിടന്നുറങ്ങിയിട്ട് നാളെ വാന്ന് പറയും. അദ്ദേഹം എൻ്റെ അടുത്ത് പറയേണ്ട കാര്യമാണത്. ഞാൻ അങ്ങോട്ട് പറയും മതി വിദ്യാജി യുവർ വൈഫ് ഇസ് വെയിറ്റിംഗ്, പോകാൻ സമയമായി. അപ്പോൾ എൻ്റെ അടുത്ത് പറയും എൻ്റെ വൈഫിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഞാൻ പറയും സോ മെനി വൈഫ്സ് ആർ വെയിറ്റിംഗ്. അതുകൊണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞാൽ നീ എന്താ ഈ വൈഫിനെ കുറിച്ച് പറയുന്നത്, നിനക്കെന്താ വേറെ ഒന്നുമില്ലല്ലോ, നീ കല്യാണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെയൊക്കെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഉള്ളത് പറഞ്ഞില്ല, യു ഹാവ് ടു ഗോ ഹോം. എന്നിട്ട് പോകാൻ നേരത്ത് സാധാരണ 9 മണിയുടെ കോൾ ഷീറ്റ് ആണെങ്കിൽ എല്ലാവരും അവിടെ ഒരു 8:30 ആകുമ്പോഴേക്കും എത്തും. ഞാൻ 11:30-12 മണിക്കാണ് ചെല്ലാറ്. എല്ലാ ദിവസവും ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് നേരം ചെവിയുടെ അകത്ത് കോട്ടൺ ഇട്ടിരിക്കണം. അത്രമാത്രം എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും വിദ്യാജി ലേറ്റായി വന്നതിന്. പിന്നെ ഒരു 2 മണിയാകുമ്പോഴേക്ക് എല്ലാം മറന്ന് കെട്ടിപ്പിടിച്ച് ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്യും. അപ്പം ഈ ഒരു റൂട്ടീൻ ശരിക്കും വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ഉണ്ടാവുന്ന ഒരു അച്ഛനും അമ്മയും ആ ഒരു പക്ഷെ എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. അദ്ദേഹത്തിനെ കൂടുതൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ വില തിരിച്ചറിഞ്ഞത് ഞാനൊരു കമ്പോസറായിട്ട് അദ്ദേഹത്തിന് വായിക്കുന്നത് ഇപ്പോഴും വായിക്കും. ഇപ്പോഴും എന്തെങ്കിലും അവിടെ പ്രഷർ വരുന്ന സമയത്ത് പെട്ടെന്ന് പാട്ട് കൊടുക്കണം, ദീപു ഒരു പാട്ട് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും അയച്ചു തരും. അത് കാരണം ഒരിക്കലും ഒരു പ്ലെയർ ആയിട്ടല്ല. അപ്പം കൂടുതലും ഞാൻ അറിഞ്ഞത് ഇപ്പം സ്കൂള് കഴിഞ്ഞാലാണ് ടീച്ചേഴ്സിന്റെ വില അറിയാം. അപ്പോഴേക്ക് പഠിക്കാൻ പറ്റില്ല. അതെ എന്ന് പറഞ്ഞു ഇപ്പം വിദ്യാജിയുടെ അടുത്ത് മാറി പക്ഷെ അദ്ദേഹത്തിന്റെ വില താങ്കൾ മനസ്സിലാക്കി കൂടുതൽ അറിയുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെയാണ് എനിക്ക് വരട്ടെ വരാനുള്ളത്. 2 ചോദ്യങ്ങളാണ് എനിക്ക് ദീപകിന്റെ അടുത്ത് ചോദിക്കാനുള്ളത്. ആദ്യത്തെ ചോദ്യം, സാധു മെറണ്ടാൽ എന്ന് പറഞ്ഞ തമിഴ് പടം ദീപു ചെയ്തിരുന്നു. അതിനുശേഷം കാര്യമായിട്ടൊരു ശ്രമം നടത്തിയില്ല. എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ദീപക് തമിഴിലും ഒരു നല്ലൊരു അറിയപ്പെടുന്ന ഒരു ഡയറക്ടർ ആവണമെന്ന്. പക്ഷെ അതിനുശേഷം ദീപു കാര്യമായിട്ടൊരു ശ്രമം നടത്തിയില്ല. അപ്പൊ എപ്പോഴാണ് അത് ചെയ്യാൻ പോകുന്നത്? അതൊന്ന്. രണ്ടാമത്തെ ചോദ്യം, വളരെ ക്ലോസ് ആയിട്ട് ഉള്ള ആൾക്കാർ, ദീപുടെ വളരെ ക്ലോസ് ആയിട്ടുള്ളവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അത്. ദീപു ഒരു ഹിന്ദി പ്രോജക്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്, ഹിന്ദി ആൽബം. അത് ഓൾമോസ്റ്റ് ഒരു 8-10 കൊല്ലം അണ്ടർ പ്രൊഡക്ഷനാണ്. അപ്പൊ ഈ പ്രോജക്റ്റ് എന്ന് പുറത്തിറങ്ങും? അത് ഞാൻ പലപ്പോഴും ദീപന്റെ ചോദിക്കുമ്പോൾ ദീപ പറയാറില്ല. അപ്പൊ ഈ പ്രാവശ്യം ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അത് എപ്പോൾ പുറത്തിറങ്ങും അത്? ഓക്കെ, താങ്ക് യു. താങ്കളുടെ വളരെ അടുത്തൊരു സുഹൃത്താണ്, എൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് ഫ്രണ്ടാണ് സഗീർ. സഗീർ ആക്ച്വലി ഞാൻ ചെന്നൈ ചെന്നപ്പം മൊത്തം ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഒരു ഫ്രണ്ട് പോലും ഇല്ലാതെ ഒരു പുതിയൊരു ലൈഫ് അറിയാത്തൊരു നാട്ടിൽ ചെന്ന് പെട്ടിരിക്കുന്ന സമയത്ത് ഒരു ഷോപ്പിംഗ് സെൻറ്ററിൽ ആക്സിഡൻ്റലി മുട്ടി പരിചയപ്പെട്ട് മലയാളിയാന്ന് പറഞ്ഞപ്പം അദ്ദേഹം കൂടുതൽ സംസാരിച്ചു, മ്യൂസീഷ്യനാന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ സംസാരിച്ചു. അങ്ങനെ വീട്ടിൽ വന്നു. അങ്ങനെ ഇന്നും എൻ്റെ ഏറ്റവും വാല്യൂബിൾ ആയിട്ട്, ഞാൻ മ്യൂസിക് ഡയറക്ടർ ആവുന്നതിന് മുമ്പേ സഗീറിന് അറിയാം. സഗീർ മാത്രമാണ് സിൻസിയർ ആയിട്ട് ഞാനൊരു പാട്ട് ചെയ്തു കഴിഞ്ഞാൽ കൊള്ളൂല എന്ന് എൻ്റെ മുഖത്ത് നോക്കി പറയുന്നത്. അഫ്കോഴ്സ് വീട്ടിൽ സ്മിത പറയും, പക്ഷെ എന്നാലും പുറത്തൊരു ഔട്ട്സൈഡർ എന്നുള്ള രീതിയിൽ ഞാൻ സഗീറിന് ഇട്ടിരിക്കുന്ന പേര് ഡീമോറലൈസർ എന്നാണ്. എന്തൊക്കെ ചെയ്താലും തൃപ്തിപ്പെടില്ല സഗീർ മ്യൂസിക്കിൽ. കാരണം സഗീറിന് ഞാൻ ഇതിനേക്കാളും നന്നാവണം എന്ന് ആഗ്രഹമുണ്ട്. എന്ത് ചെയ്തു കഴിഞ്ഞാലും ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഞാൻ വളരെ നല്ലൊരു സംഭവം എന്ന് പറഞ്ഞുകൊണ്ടൊരു CD കൊടുത്തു കഴിഞ്ഞാൽ അത് കേട്ട് കഴിഞ്ഞിട്ട് മാറ്റിയിട്ട് വേറൊരു CD എടുത്തിടും. അതിൻ്റെ ഇരട്ടിപ്പഞ്ചുള്ളൊരു സംഭവം. എന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കും. അതായത് ഇനിയും കുറേ ഉണ്ട് പോകാൻ മോനെ, ഒന്നും ആയിട്ടില്ല എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് ക്രോണിക് ബാച്ചറിന് മുമ്പേ സഗീറാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ പുഷ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്യിപ്പിച്ച് ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷനിലേക്ക് എത്തിച്ചത്. അത്രയും സിൻസിയർ ആയിട്ടുള്ളൊരു ഫ്രണ്ട് ഇന്നും. അദ്ദേഹത്തിന്റെ 2 ചോദ്യങ്ങളാണ്. തമിഴ് എന്താണ് ഉപേക്ഷിച്ചു പോയത്? ഉപേക്ഷിച്ചത് വേറെ ഒന്നുമല്ല, സാധു വരണ്ടാൽ സിദ്ദിഖേൻ്റെ തന്നെ പ്രൊജക്റ്റ് ആയിരുന്നു, അത് ചെയ്തു. പിന്നെ ഉർമി തമിഴിൽ ഡബ് ചെയ്തപ്പോൾ അതും വന്നു. പക്ഷെ അതൊന്നും തന്നെ ഞാൻ ആഗ്രഹിച്ച ഒരു തമിഴ് മാർക്കറ്റിലേക്കുള്ളൊരു എൻട്രിക്കുള്ളൊരു വഴി ആയിട്ടില്ല. പിന്നെ എൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അങ്ങോട്ട് ചെന്ന് ഞാനൊരു കാര്യങ്ങൾ മാർക്കറ്റ് ചെയ്യാനായിട്ട് പോവാറില്ല. അപ്പോൾ എനിക്ക് ഇതുവരെ വന്നതൊന്നും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ട് ചെന്ന് മുട്ടിയിട്ടല്ല, എല്ലാം ഇങ്ങോട്ട് വന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വരുമ്പോ വരികയാണെങ്കിൽ വരികയാണെങ്കിൽ വാങ്ങും. യാ
പിന്നെന്താന്ന് വെച്ചാൽ ഞാൻ ഒരു ഹിന്ദി ആൽബത്തിനകത്ത് പണി തീരാത്ത വീട് പോലെ നടക്കുന്നു പറയുന്നു. അത് പണി തീരാത്ത വീടല്ല, ആ വീടിന് പണി തീരില്ല. അത് ഞാൻ സഹീറിന്റെ അടുത്ത് തന്നെ പറഞ്ഞു. അത് ഞാൻ തുടങ്ങിയ സമയത്ത് ഹിന്ദി പോപ്പ് എന്ന് പറഞ്ഞ ഭയങ്കര ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു 10 കൊല്ലം മുമ്പേ. ഇന്ന് അങ്ങനെ ഒരു ട്രെൻഡ് ഇല്ല. അത് ഞാനും എൻ്റെ വേറൊരു വളരെ ക്ലോസ് ഫ്രണ്ട് വിനോദ് വർമ്മ, പുള്ളി ഒരു സിംഗറാണ്, ഞങ്ങൾ രണ്ടുപേരും തുടങ്ങിയതാണ്. പിന്നെ അന്നത്തെ ട്രെൻഡ് മാറി. ഇപ്പം ഹിന്ദി ഇല്ല, ഇപ്പം റീജിയണൽ ലാംഗ്വേജിൽ ഒരു നല്ല പാട്ട് ചെയ്താലും നോർത്ത് ഇന്ത്യൻസ് അത് കേൾക്കും. അവർക്ക് ഒരിക്കലും പിന്നെ യാ, അതുകൊണ്ട് ഐ ചേഞ്ച് ദി ഐഡിയ. പക്ഷെ ആ പാട്ടുകളെല്ലാം റീജിയണൽ ലാംഗ്വേജിൽ ചിലപ്പോൾ വന്നേക്കാം. നമുക്ക് ഇവിടെ കൊണ്ടുവരുന്ന വേറൊരാളുണ്ട്, നൂറുവാക്കാൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന ആ സമയം മുതൽ ദീപുമായിട്ട് ഞാൻ ബന്ധമുണ്ട്. ഞാനവിടെ ഒരു സ്റ്റുഡൻറ്റും ഒരു ആർട്ടിസ്റ്റും ആയിരുന്നു. അത്യാവശ്യം പ്രോഗ്രാമിലൊക്കെ ഞാൻ ജാസ് പ്ലേ ചെയ്യാറുണ്ടായിരുന്നു. അതല്ലാതെ എന്നോട് വളരെ അടുപ്പമായിരുന്നു. എന്താന്ന് പറഞ്ഞാൽ ഇവൻ്റെ കുസൃതിയും ആ ചെറുതിലെ ഇവൻ പാടുന്നത് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ചില പ്രോഗ്രാമിനൊക്കെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ അവൻ ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പം ഞാൻ തോളത്ത് കിടത്തി ഞാനാണ് ഇവൻ്റെ വീട്ടിലേക്ക് കൊണ്ടാക്കുക. അതെ അതെ അതെ, ഇവരൊക്കെ തന്ന ഈ ഒരു സപ്പോർട്ടും സ്നേഹവും എല്ലാം ശരിക്കും പറഞ്ഞാൽ ഇന്നും ഞാനത് ട്രഷർ ചെയ്ത് കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ നൊസ്റ്റാൾജിയ. പഴയ കാലം ഒന്നും നമ്മുടെ ദീപു മറന്നിട്ടില്ല. ഒരുപക്ഷെ ആ ഓർമ്മകളിലാണ് അദ്ദേഹം ഇപ്പോഴും ജീവിക്കുന്നത്. പുതിയ ഓർമ്മകൾ അദ്ദേഹം ആഡ് ചെയ്യുമെങ്കിൽ പോലും പഴയൊന്നും ഡിലീറ്റ് ചെയ്യുന്നില്ല. ശങ്കറുമായിട്ടുള്ള അസോസിയേഷൻ എനിക്കൊന്ന് മുമ്പേ ചെന്ന് താങ്കൾ ഇവരുടെ കൂടെയും കൊണ്ട് കൂടിയല്ലേ? ആ ഒരു സ്നേഹവും ബന്ധവും ഇപ്പോഴും നിൽക്കുന്നു. അതെ, ഞാൻ ആക്ച്വലി ശങ്കർ ഹസാൻ ലോയ് എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ത്രിമൂർത്തികളെ. അതെ, അപ്പൊ അവരുടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി നേരിട്ട് കാണാതെ അവരെനിക്ക് ട്രാക്ക് അയച്ചു തരും. ഞാൻ തന്നെ ഓർക്കസ്ട്രേഷൻ ചെയ്ത് റെക്കോർഡ് ചെയ്ത് തിരിച്ച് അവർക്ക് അയച്ചു കൊടുക്കും. അപ്പം പലപ്പോഴും വർക്ക് ചെയ്യുന്ന സമയത്ത് പരസ്പരം കണ്ടിട്ടില്ല. അതുകൊണ്ട് ആരാണ് ഈ ദീപക് ദേവ് എന്നുള്ളൊരു സംഭവം അവർക്ക് അറിയില്ലായിരുന്നു. ഞാൻ മ്യൂസിക് ഡയറക്ടർ ആയതിനു ശേഷം, ക്രോണിക് ബാച്ചിലറിന് ശേഷമാണ് ഇവർ അസിസ്റ്റ് ചെയ്തിരുന്നത്. സൗത്ത് ഇന്ത്യയിൽ മ്യൂസിക് ഡയറക്ടറായിട്ടാണെങ്കിലും നോർത്ത് ഇന്ത്യയിൽ അസിസ്റ്റന്റ് മ്യൂസിക് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതൊരു എക്സ്പീരിയൻസിന് വേണ്ടി, കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി കുറേ പടങ്ങൾ ചെയ്യാത്തതുകൊണ്ട് ആംപിൾ ടൈം കിട്ടാറുണ്ട് വേറെ പ്രോജക്ട്സ്. വലിയൊരു എക്സ്പോഷർ ആണ്. അതെ അല്ലേ? അതെ, പ്രത്യേകിച്ച് മുംബൈയിലെ ബോളിവുഡിൽ അങ്ങനെ ഒരു പ്രോജക്റ്റിന്റെ കൂടെ നിൽക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. അപ്പം അങ്ങനെ അവരെനിക്ക് ട്യൂൺ അയച്ചു തരുമ്പം മിക്കപ്പോഴും ശങ്കർജി, ചിലത് ശങ്കർജി തന്നെ പ്രോഗ്രാമിങ് ചെയ്യും, നല്ല രസമായിട്ട് ചെയ്യും, ഗൈഡ് ഡമി പ്രോഗ്രാമിങ്, എനിക്ക് കേട്ടിട്ട് ഇൻസ്പയർഡ് ആവാൻ. അപ്പം ശങ്കർജി ഞാൻ ചെയ്ത 2-3 മെലഡി പാട്ടുകളൊക്കെ ശങ്കർജി അയച്ചു തെലുങ്ക് പടത്തിലേക്ക്. അപ്പം ഞാൻ ചോദിച്ചു, ശങ്കർജി ഇത് പാടുന്നത് ആക്ച്വലി ആരാ ഫൈനൽ? അപ്പം ശങ്കർജി പറഞ്ഞു, അത് ഫൈനൽ ചിലപ്പം സോനു നിഗമോ ഷാനോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലൊക്കെ ആയിരിക്കും. നമ്മൾ ശങ്കർജി പാടില്ലേ? നോ, ഐ തിങ്ക് ഫോർ മെലഡി ഐ വിൽ കീപ് സംബഡി ലൈക്ക് ദാറ്റ്. അപ്പം ഞാൻ പറഞ്ഞു, പക്ഷേ ശങ്കർജി ഇത്രയും നന്നായിട്ട് മെലഡി പാടിയിട്ട് എന്തുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട്, ഐ മീൻ സ്വന്തം പാട്ട് വരുന്ന സമയത്ത് പറഞ്ഞ, നോ, ദ തിങ് ഈസ് നോബഡി നോസ് മീ ആസ് എ മെലഡി സിംഗർ. എല്ലാവരുടെയും വിചാരം ഞാൻ കംപ്ലീറ്റ് അടിപൊളി പാട്ട് ഒച്ചയും ബഹളവും മാത്രമേ ചെയ്യുള്ളൂ എന്നാണ്. ഞാൻ പറഞ്ഞു, അത് നമ്മളുടെ നാട്ടിലും ആക്ച്വലി ശങ്കർജി ഒരു മെലഡി സിംഗർ ആയിട്ടല്ല. പറഞ്ഞു, തോസി, ഇപ്പൊ നിങ്ങളെ പോലത്തെ ആൾക്കാർ ഇനി മെലഡി വരുമ്പം ഗട്ട്സ് ഉണ്ടോ എന്ന് ചോദിച്ചു. അടിപൊളി പാടുന്ന ഒരാളെ കൊണ്ട് മെലഡി പാടിപ്പിക്കാം. സ്വന്തം കാര്യം വരുമ്പോൾ യു വിൽ ഓൾസോ ചേഞ്ച്. ഞാൻ പറഞ്ഞു, നെവർ. ഞാനിപ്പോൾ ഇതിങ്ങനെ പാടി കേട്ടതുകൊണ്ട് എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒരു മെലഡി പാട്ട് ശങ്കർജി പാടണം. പറഞ്ഞു, ലെറ്റ്സ് സീ, നെക്സ്റ്റ് ടൈം വരുമ്പം ദീപകിന്റെ പാട്ട് മെലഡി പാട്ട് വരുമ്പം അങ്ങനെയാണെങ്കിൽ ആ ഒരു മാർക്കറ്റിൽ ദേ വിൽ നോ ദാറ്റ് ഐ സിംഗ് മെലഡി. അങ്ങനെ ഞാൻ ആ ഒരു പറഞ്ഞ കാര്യം ഓർത്തിട്ടാണ് പിച്ച വെച്ച നാൾ വന്നപ്പോൾ ശങ്കർജിയെ വിളിച്ചത്, ആ പാട്ട് കൊടുത്തു. പക്ഷെ ആ ഒരു റിലേഷൻ എന്ന് പറഞ്ഞ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച മാതിരി ചില ആൾക്കാരുമായിട്ട് ഒരു പ്രൊഫഷണൽ റിലേഷൻ അല്ല. ഇവരെപ്പോഴും വളരെ ക്ലോസ് ആയിട്ട് ഞങ്ങളുമായിട്ട്, മോർ ദാൻ എ സിംഗർ മ്യൂസിക് ഡയറക്ടർ, വെരി ട്രൂലി ബ്രദർലി റിലേഷൻ. ദാസേട്ടനെയൊക്കെ പാടിപ്പിക്കുമ്പോൾ എങ്ങനെയാണ്? ആദ്യം ഒരു ചെറിയൊരു എന്താ പറയാ, ഒരു പരിഭ്രമം ഉണ്ടായിരുന്നു ഈ വലിയ വടവൃക്ഷത്തെയൊക്കെ നമ്മൾ? തീർച്ചയായിട്ടും ആദ്യത്തെ പാട്ട് പാടിയപ്പം ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്. ടെൻഷനും ഒരു പ്രസവം നടക്കുന്ന പോലെയാണ്. പ്രസവിക്കുന്ന വരെ ഒരു ടെൻഷനാണ്. പ്രസവിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ മോമെന്റ് എന്നുള്ളൊരു ഫീലിംഗ് ഒരു അമ്മയ്ക്ക് കിട്ടുന്നത് പോലെയാണ്. ഇതൊക്കെ എങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? അത് നമ്മളുടെ വീട്ടിലും ഇങ്ങനെ 2 പ്രസവിച്ചതിന് ശേഷം പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവാണ്. പിന്നെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുവരെ നമുക്ക് ടെൻഷൻ ആയിരിക്കെങ്കിലും അത് കഴിഞ്ഞാൽ വലിയൊരു ആശ്വാസം. അതെ, ആശ്വാസത്തെ കൂടുതലൊരു സന്തോഷം, സംതൃപ്തി. അപ്പൊ അതാണ് ദാസങ്കൾ പാടുമ്പോൾ. ടെൻഷൻ ഒരു പക്ഷേ വളരെ സീനിയർ,
എനിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും ഒരു ലക്ക് എന്ന് പറയുന്നത് ആ സമയത്ത് ആ ഒരു പഴയ സിംഗേഴ്സും പുതിയ സിംഗേഴ്സും രണ്ടും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടി. ഇന്ന് വരുന്ന മിക്ക പുതിയ കമ്പോസേഴ്സിന് മിസ് ചെയ്യുന്നത് അതാണ്. അന്നത്തെ ഒരു കൈൻഡ് ഓഫ് സോങ്സ് അല്ല ഇന്ന് ചെയ്യുന്നത്. കുറച്ച് പാട്ടിന്റെ സെലക്ഷൻ കമ്പോസ് ചെയ്യുന്ന രീതി മാറിയതുകൊണ്ട് കുറച്ചും കൂടി യങ് സിംഗേഴ്സിനായിരിക്കും അവർ കൂടുതൽ ആവശ്യം വരുന്നത്. ദാസേട്ടനെ ഉപയോഗിച്ചു, അദ്ദേഹത്തിന്റെ മകൻ വിജയ് അതെ. അപ്പൊ അത് വാട്ട് വാസ് ദ ഡിഫറൻസ് യു ഫെൽറ്റ് ഈ രണ്ടുപേരും? എനിക്ക് രണ്ടുപേരിലും ആക്ച്വലി വിജയും സിംഗിങ് വൈസ് വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. ദാസങ്കിളിന്റെ അടുത്ത് നിന്ന് നമുക്ക് ദാസങ്കിളുടെ ഒരു അതായത് 70s 80s 90s കിട്ടിയിരുന്നത് ദാസങ്കിളുടെ ഒരു ടെക്സ്ചറാണ് ഇപ്പൊ വിജയിൽ നിന്നും നമുക്ക് കിട്ടുന്നത്. അതെനിക്ക് തോന്നുന്നത് വളരെ ബ്ലെസ്ഡ് ആണ് വിജയ് ആ കാര്യത്തിൽ. ദാസങ്കിൾ എനിക്ക് വളരെയധികം എനിക്ക് ഉണ്ടായ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ദാസങ്കിളിനെ കൊണ്ട് പാടിപ്പിക്കുന്ന സമയത്ത് ഒരു മ്യൂസിക് ഡയറക്ടറിനേലും കൂടുതൽ ദാസങ്കിളുടെ അടുത്ത് നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. ചിലപ്പോൾ ചില വാക്കുകൾ പ്രൊനൗൺസ് ചെയ്യേണ്ട രീതി, ആ വാക്ക് മുറിച്ചു കഴിഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം എഫക്റ്റഡ് ആവും. അത് മുറിക്കാതെ ചിലപ്പോൾ ട്യൂൺ വൈസ് പാടുമ്പോൾ ഒന്ന് മുറിച്ച് ഇങ്ങോട്ട് വരും. അപ്പൊ ദാസങ്കിൾ പറഞ്ഞു അത് അങ്ങനെ പാടാം, പക്ഷെ ഇങ്ങനെ മുറിക്കാതെ പാടിക്കഴിഞ്ഞാൽ അത് ചങ്കില് കൊള്ളും. അപ്പൊ അതിലാണ് അതിന്റെ കംപ്ലീറ്റ് USB ഇരിക്കുന്നത്. നിന്റെ ട്യൂൺ ആൾക്കാരുടെ ഇടയിൽ വരെ എത്തണമെങ്കിൽ നീ വരിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ ഇപ്പോഴും ലിറിക്സ് എഴുതുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും അർത്ഥം എന്തെങ്കിലും എഫക്റ്റഡ് ആവുന്നുണ്ടോ. അത് അങ്ങനെ ആവുകയാണെങ്കിൽ ട്യൂൺ അതിനു വേണ്ടി കുറച്ച് മാറ്റും. അതൊക്കെ ഈ വലിയ മനുഷ്യൻ്റെ അടുത്ത് പഠിച്ചത്. ദാസേട്ടന്റെ ആ ഒരു എന്താ പറയാ, ആ ദാസേട്ടനിലുള്ള ആ ഒരു കഴിവ് വിജയിലേക്കും കൂടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു സംശയമില്ല. എനിക്ക് വിജയുടെ ഒരു പാട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അതാണ്. ദാസങ്കിളിന്റെ എന്തൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നോ അതൊക്കെ വിജയ് കറക്റ്റായിട്ട്, അതുപോലെ വിജയ് അല്ലാതെ വേറെ ആര് തന്നാലും അത് നമുക്ക് ഒരിക്കലും അതിൽ വേറെ ആരെങ്കിലും ചെയ്താൽ അത് മിമിക്രി ആയിട്ട് തോന്നും. വിജയ് ചെയ്യുമ്പം അത് വിജയ് ചെയ്തേ പറ്റൂ, വിജയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സന്തോഷം തോന്നും. ദീപക്, സമയപരിമിതി ഉണ്ട് ഒരു ഷോയ്ക്ക്. താങ്കൾക്ക് ഒരു ടെലിവിഷൻ എന്താ പറയുക അവതാരകൻ അല്ലെങ്കിൽ ജഡ്ജും കൂടിയാണ്. അപ്പം ഒരുപാട് കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെങ്കിൽ ഈ ഷോയുടെ ഒരു പരിമിതിയും കാരണം നിർത്തുകയാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു പാട്ട് താങ്കളെ കൊണ്ട് പാടിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ വൈൻഡപ്പ് ചെയ്യാം. ഗ്രാൻഡ് മാസ്റ്ററിലെ അകലെ. ഡെഫിനറ്റ്ലി ഈ ഒരു ഷോയിൽ ഇന്ന് വരാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ മുമ്പേ നമ്മൾ എത്രയോ പുറത്ത് ഗെറ്റ് ടുഗദേഴ്സിനെ വെച്ച് നമ്മൾ മീറ്റ് ചെയ്യാറുണ്ട്. എൻ്റെ മനസ്സിൽ ആക്ച്വലി ഇതായിരുന്നില്ല. അത് മീറ്റ് ചെയ്യുമ്പോഴും എന്നോട് പറഞ്ഞു വെച്ചാൽ എന്നെ അയ്യോ ഒരു കൊല്ലം 1.5 കൊല്ലമായിട്ട് എനിക്ക് മനസ്സിലാക്കി എന്നെ എന്തുകൊണ്ടാണ് ദീപക് തെറ്റിദ്ധരിച്ചത്. ഞാൻ ഒരു ഫുൾ ഷോ ആയിട്ടിരുന്ന് കണ്ടിട്ടില്ല. ഒരു പോർഷൻ മാത്രം കാണും. ആ പോർഷൻ മാത്രം കാണുമ്പം എവിടെയാണെങ്കിലും തപ്പിപ്പിടിച്ച് വന്ന് തലയിൽ എന്തെങ്കിലുമൊക്കെ ഇടാൻ തോന്നും. ആ ഒരു അവസ്ഥയിലാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഒരു ഫുൾ ഷോ ഈ ഷോന് വരാനായിട്ട് ഞാൻ യൂട്യൂബിലിരുന്ന് കുറെ കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് JB പറഞ്ഞൊരു കാര്യം തിരിച്ചറിഞ്ഞത്. അതിന്റെ ഒരു ചെറിയൊരു പോർഷൻ അല്ലാതെ അത് ഫുള്ളായിട്ട് കാണുമ്പോഴാണ് അത് മനസ്സിലാവുക. അപ്പൊ എനിക്ക് തോന്നി ഇത് ഡെഫിനറ്റ്ലി മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ഷോ ആണ്. പക്ഷെ ചില ആൾക്കാർ എന്നെ പറഞ്ഞ് പേടിപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞവന്മാരെ നമുക്ക് കാണണം, നമുക്ക് ഒരുമിച്ച് തന്നെ കാണണം. എനിവേസ്, താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. It was a pleasant thing for me to be part of the show actually. Because you are the showman. Thank you so much. താങ്കളോട് ഇരുന്ന് തന്നേ ഉള്ളൂ. Thank you so much, and to all my audience, thanks for all the love.